ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ കാലമായി വിചാരിക്കുന്ന ഒരു മൈക്ക് വാങ്ങണം കേട്ടോ. അപ്പോൾ മൈക്കിൻ്റെ ഒക്കെ നല്ലൊരു മൈക്കിൻ്റെ വില നോക്കുമ്പോൾ ഏകദേശം 8,000 രൂപ, 10,000, 12,000 റേഞ്ചൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുന്നേ ഞാനൊരു ചെറിയ ലോക്കൽ മൈക്ക് വാങ്ങിയിരുന്നു. അതൊന്നും നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ലൊരു മൈക്ക് വേണം വിചാരിച്ചിട്ട് നമ്മൾ ഹോളിലാൻഡ് എന്നുള്ള ബ്രാൻഡിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബ്രാൻഡിൻ്റെ A1 ലാർക്ക് A1 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓണാക്കി നോക്കിട്ടോ, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് അതിൻ്റെ കൂടെ 2 വിൻഷീൽഡ് ആദ്യം വരുന്നുണ്ട് കേട്ടോ. വിൻഷീൽഡിന് പുറമെ നമ്മുടെ ഇതാണ് അതിൻ്റെ ചാർജിങ് ബോക്സ്. അപ്പോൾ ചാർജിങ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ടൈപ്പ് സി അഡാപ്റ്ററും അതുപോലെ ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള ലൈറ്റ്നിങ് ട്രാൻസ്മിറ്ററും ഉള്ള മോഡലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 14 Pro സീരീസാണ്. ഈ 14 Pro സീരീസിന് ലൈറ്റ്നിങ് പോയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ലൈറ്റ്നിങ് ഉള്ള ട്രാൻസ്മിറ്റർ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ നിങ്ങൾക്ക് iPhone 15, 16, 17 മോഡൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം അതിന് ഏകദേശം 5,000 രൂപ റേഞ്ചേ വരുന്നുള്ളൂ. ഇതിന് നിങ്ങളുടെ വീഡിയോക്ക് നല്ലൊരു മൈക്കിൻ്റെ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹോളിലാൻഡ് എന്ന ബ്രാൻഡിൻ്റെ ലാർക്ക് A1 മോഡൽ നിങ്ങൾ ടൈപ്പ് സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായി 5,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ്നിങ്ങും അതുപോലെ തന്നെ ടൈപ്പ് സിയുടെയും റിസീവർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 8,000 രൂപ കാർഡ് ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 7,000 രൂപയ്ക്ക് ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് ലൈറ്റ്നിങ് ആയിട്ടുള്ള റിസീവർ കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, ഹോളിലാൻഡിൻ്റെ സൈറ്റിലും സെർച്ച് ചെയ്തു, ആമസോണിലും സെർച്ച് ചെയ്തു. ലൈറ്റ്നിങ് മാത്രമുള്ള കേസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഭാവിയിൽ നമ്മൾ ഫോൺ ചേഞ്ച് ചെയ്യാമല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും ടൈപ്പ് സിയും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായും വരുന്നത് 2 വിൻഷീൽഡും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വിൻഷീൽഡ് പറയുമ്പോൾ ഔട്ട്സൈഡായിട്ട് പുറത്ത് പോയി നല്ല വീഡിയോസ് എടുക്കുന്നവർക്ക് യൂസ് ആവും. ഈ റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് വിൻഷീൽഡിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവർ കൊടുക്കുന്നത് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരു പൗച്ച് ഇവർ നൽകുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണക്കാർ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ പൗച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. പോക്കറ്റിലിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൗച്ചില്ലാതെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ ലാർക്ക് A1 എന്ന് പറഞ്ഞ മൈക്കിന് 54 മണിക്കൂറാണ് ഇവർ ചാർജ് പറയുന്നത്. ഈ 54 മണിക്കൂറും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും ഏകദേശം ആ റേഞ്ച് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ് ഹോളിലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 200 മീറ്റർ ഡിസ്റ്റൻസ് വരെ ഇത് കവർ ചെയ്യും. നമ്മൾ 200 മീറ്റർ ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും നമുക്ക് ഈ വോയിസിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. 200 മീറ്റർ അതൊന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും നമ്മൾ മുന്നത്തെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഏറ്റവും ബെസ്റ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മോഡൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ബ്ലൂ കളർ ലൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇനി ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരൊറ്റ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആരംഭിക്കും. ഇപ്പോൾ ഈ റൂമിൽ ചെറിയ നോയ്സ് ഉള്ളൂ, ഫാനിൻ്റെ അതുപോലെ തന്നെ ചെറിയ നോയ്സ് ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ നോയ്സ് ക്യാൻസലേഷൻ നമുക്കറിയണമെങ്കിൽ പുറത്ത് നല്ല ട്രാഫിക്കിൽ പോയാലേ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു സിംഗിൾ പ്രസ്സിൽ ഞാൻ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കാൻ പോവാണ്. ഓക്കെ, നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ ഒരു പച്ച കളറാണ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. പച്ച കളറാണ് ഇവിടെ ലൈറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓണാണ്. പുറത്തുള്ള സൗണ്ടുകളെല്ലാം മാറി. ഇനിയിപ്പോൾ നമ്മുടെ സൗണ്ട് മാത്രം അത്രയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ നോയ്സ് ക്യാൻസലേഷൻ മാറ്റിയിട്ട് ഇപ്പോൾ നോർമൽ ലെവലിലാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ സൗണ്ടിൽ ക്ലാരിറ്റി മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പുറത്ത് പോയിട്ട് നമ്മളതിൻ്റെ വീഡിയോ എടുത്താൽ മാത്രമേ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹോളിലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ലാർക്ക് 1 എന്ന് പറഞ്ഞ മോഡലാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബ്രാൻഡിൻ്റെ ഇപ്പോൾ ഡിജിടെക് അല്ലെങ്കിൽ മറ്റുള്ള ബ്രാൻഡിൻ്റെ മൈക്രോഫോണിലേക്ക് പോവാതെ നിങ്ങൾക്ക് ഹോളിലാൻഡിൻ്റെ 5,000 രൂപയ്ക്ക് താഴെ ഹോളിലാൻഡിൻ്റെ പർച്ചേസ് ചെയ്യാവുന്നതാണ്.